ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അവിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അവിൽ നമ്മുടെയൊക്കെ വീടുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിൽ വെച്ചിട്ടൊരു ഉണ്ടയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിലുണ്ട തയ്യാറാക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. അവിലെടുക്കുമ്പോൾ ബ്രൗൺ കളർ ആയാലും വൈറ്റ് കളർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ബ്രൗൺ കളർ അവിലാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് തേങ്ങ എടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇത് വെല്ലം ഉരുക്കിയതാണ്. 2 വലിയ കഷ്ണം വെല്ലം ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെല്ലം എടുക്കാം. ഇത് കാഷ്യൂനട്ടും നിലക്കടലയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ നിലക്കടലയൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബദാം കയ്യിലുണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കിസ്മിസും ഡേറ്റ്സും കൂടെ ഞാനൊന്ന് എടുത്തു വെച്ചതാണ്. ഇതൊരു 3 ഡേറ്റ്സ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. ഡേറ്റ്സ് കയ്യിലില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കണ്ട. ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 കപ്പ് ബ്രൗൺ അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അവിലൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അവിൽ കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ ഉണ്ടയുടെ ടേസ്റ്റ് ആകെ ഒന്ന് മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. അവിൽ ചൂടായിട്ട് വരുന്നുണ്ട്. ഈ സമയം 2 ഏലക്കായ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇപ്പം നമ്മുടെ അവിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇളം ചൂടോടുകൂടി പൊടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കിസ്മിസും ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റോസ്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് കാഷ്യൂനട്ടും നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല. കളറൊന്ന് മാറി വരികയേ വേണ്ടൂ. കളർ മാറിയാൽ ഇതെടുത്ത് വെക്കാം. ഇതേ നെയ്യിലേക്ക് തന്നെ തേങ്ങ ചേർത്ത് വഴറ്റിയെടുക്കാം. ആവശ്യമെങ്കിൽ 1 സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതുപോലെ വഴറ്റിയെടുക്കാതെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും വെല്ലവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അവിലിൻ്റെ പൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് അവിലുണ്ട പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസിൽ വെച്ചിട്ട് തേങ്ങയാണ് പെട്ടെന്ന് കേടായി പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് കേടായി പോവില്ല. അതുകൊണ്ട് തന്നെ അവിലുണ്ട തയ്യാറാക്കിയിട്ട് കുറച്ച് ദിവസം കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 2 ആഴ്ചയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇങ്ങനെയല്ല ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതേ മെത്തേഡിൽ ചെയ്താൽ മതിയാവും. തേങ്ങ ചൂടായിട്ട് വരുമ്പോൾ അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിലും പ്രഥമനിലൊക്കെ ചേർക്കുന്ന ചുക്കുപൊടി തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ ഈ സമയം ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കായ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും ഡേറ്റ്സും കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെല്ലം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. വെല്ലം ഒഴിക്കുമ്പോൾ മുഴുവനും ഒരുമിച്ച് ഒഴിക്കണ്ട, കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം, ഉണ്ടയാക്കാം. അപ്പോൾ ഇതേപോലെ ഉരുളകളാക്കാൻ പറ്റുന്നില്ലെങ്കിൽ 1-2 വെള്ളം കൂടി എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ചൂടുവെള്ളം, അധികമൊന്നും വേണ്ട, കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉരുളകളാക്കി എടുക്കാം. അങ്ങനെ അവിലുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തയ്യാറാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കുട്ടികൾക്ക് വൈകുന്നേരം കൊടുക്കാം. കഴിയുന്നതും ബേക്കറി ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേപോലെയുള്ള ഹെൽത്തി ഫുഡ് ഐറ്റംസ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, പുറത്തൊന്നും പോകുന്നില്ലല്ലോ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കാണാം. താങ്ക്